നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ കാർഡ് ഓൾറെഡി ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാർട്ട് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, കറണ്ട് പോയ ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ 1 2 3 4 നമ്മൾ 4 കാർഡാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അവരുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോൾ മുതൽ ഈ വീഡിയോ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സ്വേർഡ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഓക്കെ 4 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആയിട്ടിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ഓൺ ആൻഡ് ഓഫ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ വളരെ വിഷാദം, ഡിപ്രഷനിലിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ കീഴിൽ ഡിപ്രഷനിലിരിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട്. കണ്ടോ, തീർത്തും ഒരു 3 കപ്സ് ഉണ്ട് ഫ്രണ്ടിൽ, അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഷ്ടപ്പെട്ട നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റിപ്പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്തവർക്ക് കുറ്റബോധം, പശ്ചാത്താപം എല്ലാം വരുന്നുണ്ട്. അവർ ഫുള്ള് മൈൻഡ് ഡിപ്രഷനാണ്, സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് പുതിയൊരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കപ്സ് വരുന്നുണ്ട്, കണ്ടോ, അതിലേക്ക് അവർ നോക്കുന്ന പോലുമില്ല. അവർ വളരെ ഡിപ്രഷനായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ ഓർത്ത് പോസിറ്റീവായിട്ടല്ല അവർ ചിന്തിക്കുന്നത്. ഇതിൽ സംഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ മനസ്സ് വീണ്ടും വീണ്ടും വിഷമിപ്പിച്ച് അവർ തന്നെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് കാർഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പോസിറ്റിവിറ്റി ആണ്. അവർ പൂർവാധികം ശക്തിയോടുകൂടി അവരുടെ ഡിപ്രഷനൊക്കെ മാറ്റിവെച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരോടിപ്പോൾ വളരെ ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. സമൂഹത്തിലൊരു അറിയപ്പെടുന്ന വ്യക്തി ആയിരിക്കാം. ഫെയിമും കാര്യങ്ങളും മറ്റുള്ളവരുടെ ഒരു ബഹുമാനമൊക്കെ കിട്ടുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും അവരുമായിട്ടൊരു ഏജ് വൈസ് നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ അവർക്ക്. നിങ്ങളിലേക്ക് തന്നെ അവർ എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റിവെച്ച് പോസിറ്റീവ് മൈൻഡോടുകൂടി ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണം. പുതിയൊരു തുടക്കം, സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. എല്ലാം കൊണ്ടും ഹാപ്പി ആണ് അവർ. വേഗം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് കേട്ടോ. തേർഡ് വൺ ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ബോൾഡാണ്, സ്ട്രോങ് ആണ്. നിങ്ങളെയും അവരെയും തമ്മിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ബാലിശമായിട്ടുള്ളൊരു സ്വഭാവമായിരിക്കാം നിങ്ങളുടെ. പിടിവാശി കാര്യങ്ങൾ, ഇവർ എത്ര ക്ഷമിച്ചു തന്നാലും നിങ്ങൾ അവരുടെ തലയിൽ കയറുന്ന ഒരു സ്വഭാവമില്ലേ, കുട്ടിത്തം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് സ്നേഹം, പ്രണയം ഇതൊക്കെയാണ്. അവർ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വഴക്കിടുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പിടിവാശി കാരണം ഉണ്ടായ ഒരു വഴക്കായിരിക്കാം. ഇവർ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഇമോഷണലി ഭയങ്കര ഡൗൺ ആവും. നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷൻ, ആദ്യത്തെ കാർഡ് കണ്ടില്ലേ, അവർ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമോഷണലി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവർക്കത് താങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഡിപ്രഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോവും, വിഷാദം. അതിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ അവർ ഒരുപാട് പ്രണയം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബാലിശമായിട്ടുള്ള സ്വഭാവം മാറ്റിയിട്ട് ഒരു മെച്യൂർഡായിട്ട് അവരെ മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും അവരെ മനസ്സിലാക്കാതെ അവരുമായിട്ട് തർക്കിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടുക, അങ്ങനെയൊക്കെയാണ്. അവർക്കതൊക്കെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവം കൂടി കുറച്ച് മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ബന്ധം വളരെ മനോഹരമാവും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഭയമുണ്ട്, വീണ്ടും ആ ഒരു വഴക്കിട്ട ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമോ. അതാണ് നിങ്ങളിലേക്ക് ആദ്യത്തെ കാർഡിൽ തിരിച്ചു വരാൻ അവർക്കൊരു പ്രയാസം കാണിച്ചത്. വീണ്ടും ആ ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷനാണ് അവർക്ക്. കാരണം ധൈര്യവും കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആണെങ്കിൽ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവും, ഡിപ്രഷനിലേക്ക് പോകും എന്നുള്ളതാണ്.
ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വിജയമാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു വിശ്വസിക്കാവുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ, നിങ്ങൾ തീർത്തും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളായിരിക്കാം. നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം ഈ പേഴ്സണെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഉപദേശം കാര്യങ്ങൾ എല്ലാം തന്ന് നിങ്ങളെ നല്ലൊരു കൂൾ ആൻഡ് കാം മൈൻഡിലൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വളരെ ഒരു പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കില്ലേ, അതേപോലത്തെ ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലെ ഒരു സേഫായ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഒരു ആശ്വാസം ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവർക്ക് സ്നേഹം കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു പിടിവാശി കാര്യങ്ങളൊക്കെ കാരണം അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമോ, നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്വഭാവം, നിങ്ങളിപ്പോൾ സ്നേഹത്തിലിരിക്കുകയാണെങ്കിലും പെട്ടെന്നായിരിക്കും നിങ്ങൾക്കൊരു കർക്കശമായിട്ടുള്ളൊരു സ്വഭാവം കൂടിയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേയൊക്കെ ക്ഷമിക്കും, പിന്നെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവർ സെപ്പറേഷൻ തന്നെ ആവേണ്ട ഒരവസ്ഥ വരും. അതവർക്ക് ഡിപ്രഷനിലേക്ക് പോയി പിന്നെ നിങ്ങൾ തന്നെ വിഷമിക്കേണ്ടി വരും. ഒരുപാട് നാൾ പിടിക്കും റിക്കവർ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വളരെ ലവബിളായിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാൽ സക്സസ് ആണ്. പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക, നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക, പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യുക. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എനർജി